ഹേ ഗൈസ്, നിങ്ങളുടെ സ്വന്തം കെട്ടി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കാന്താര 2 എന്ന സിനിമയെ കുറിച്ചാണ്. കാന്താര 2 ഞാൻ ശ്രദ്ധിച്ച കുറച്ച് ഹോളിവുഡ് റെഫറൻസസ് പറയാം. പൈററ്റ്സ് ഓഫ് ദി കരീബിയൻ ഡെഡ് മാൻസ് ചെസ്സിൽ ഒരു വലിയ വീലിൽ നടക്കുന്ന ഒരു ഫൈറ്റ് ഉണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് എന്റർടൈനിങ് ഫൈറ്റ്സ് ഔട്ട് ദെയർ. അതേപോലത്തെ ബട്ട് അഡാപ്റ്റഡ് ടു ഇന്ത്യൻ പരിപാടീസ് ഇതിൽ കുറച്ചുണ്ട്. നല്ല രസമാണ് കാണാൻ. പിന്നെ ഹെൻറി കാവിലിന്റെ സൂപ്പർമാനിലെ ജയിലിൽ ഹാൻഡ് കഫ് പൊട്ടിച്ചടക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ, അതേപോലെ ഒരു സാധനം ഇതിലുണ്ട്. അടുത്തത് നമ്മുടെ ബ്ലാക്ക് പാന്തർ 2 ഉപയോഗിക്കുന്ന ഒരു സൗണ്ട് സ്കേപ്പ് ഉണ്ട്. ഒരു സൗണ്ട് എലമെന്റ് ഉണ്ട്. കേട്ടോ അയ്യോ, ഈ പരിപാടി അങ്ങനത്തെ ഒരു സാധനം ഞാൻ ഇതിൽ ശ്രദ്ധിച്ചു. അത്രയൊക്കെ ഞാൻ ശ്രദ്ധിച്ചുള്ളൂ. പിന്നെ വല്ലാണ്ട് ഞാൻ പ്ലോട്ടിലോട്ട് ശ്രദ്ധ പോയി. എന്റെ പൊന്നോ, എന്താ ഒരു സ്ക്രീൻ പ്രസൻസ്, എന്നാ ഭംഗിയാന്നറിയോ അതില്. സത്യമായിട്ടും അത് പറഞ്ഞപ്പോഴാ പല സംഭവങ്ങൾ ആദ്യം തന്നെ കാണിക്കുന്നുണ്ടെങ്കിലും ഫസ്റ്റ് ഹാഫ് ചെറുതായിട്ടൊരു ലാഗ് തോന്നി. എന്തിലേക്കാ നമ്മുടെ കഥ കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് അങ്ങോട്ട് കറക്റ്റായിട്ട് കിട്ടിയില്ല. ആദ്യം സെക്കൻഡ് ഹാഫിന്റെ ഹാഫ് വേറെ ഇതായിരുന്നു അവസ്ഥ. കാരണം ഈ നാടിന്റെ ഒരു ട്രേഡിംഗ് സിസ്റ്റം എല്ലാം ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്നതായിരുന്നു ഈ പടത്തിന്റെ 3/4. എടുത്ത് പറയേണ്ട ഇതിന്റെ ഫൈറ്റ് സീക്വൻസാ മോനെ. ഫൈറ്റ് സീക്വൻസിന്റെ കോറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അവരുടെ തോട്ട് പ്രോസസ് ഉണ്ടല്ലോ, കിഡു. സകല പരിപാടി അതിനകത്ത് പറ്റുന്നുണ്ട്. എടുത്തിട്ട് അലക്കുക. ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫിസിക്സ് അതിനകത്ത് മിസ്സാവുന്നുണ്ടെങ്കിലും ഭയങ്കര എന്റർടൈനിങ് ആണ്. അടിയുടെ പവറൊക്കെ ഉണ്ടല്ലോ, എൻ്റെ ആ പൊന്നോ. പിന്നെ എനിക്ക് പറയാനുള്ളത് ഭയങ്കര ഡിവൈൻ ആയിട്ടുള്ള ഒരു പടമാണ്. കാരണം നമുക്ക് ശരിക്കും ആ ഒരു ഇത് കിട്ടും, ഒരു ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അതിന്റെ മെയിൻ ഉത്തരവാദി ഇതിന്റെ സൗണ്ട് ഡിസൈനാണ്. ഇത് ഭയങ്കര വലിയൊരു സൗണ്ട് സ്കേപ്പാണ്. പലതരം സൗണ്ടുകൾ പല ഒച്ചത്തിലാണ് ഇവർ ഇതിനകത്ത് കേൾപ്പിക്കുന്നത്. തിയേറ്ററിൽ കിട്ടുന്ന എക്സ്പീരിയൻസ് വേറെ കിട്ടൂല. ബട്ട് ശരിക്കും ഏതാ എനിക്ക് വർക്കായെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാന്താര 1 തന്നെ കേട്ടോ. അപ്പോൾ ബൈ.